ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിൻ്റെ അണ്ടറിൽ തന്നെ റാഷണൽ സെൽഫ് അനാലിസിസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വഴിയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ദ പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതിലുള്ള CBT ഇൻ്റർവെൻഷൻ്റെ കുറച്ച് മെയിൻ കോമ്പണൻസ്, അതേപോലെ തന്നെ ദി ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് CBT. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഇൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരുടെ ഇമോഷൻസും അവരുടെ ബിഹേവിയറൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ബിലീഫ്സും അവരുടെ തിങ്കിങ്ങുമാണ് എന്നുള്ളത്. അതായത് ദെയർ ബിലീഫ്സ് ആൻഡ് തോട്ട്സ് ആർ ദ കോസ് ഓഫ് ദെയർ ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ ഈ ഫാക്റ്റ് ക്ലയൻറ്റിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്, അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനിലൂടെ ചെയ്യാം, സൈക്കോ എഡ്യൂക്കേഷനിലൂടെ ചെയ്യാം, അതേപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള റീഡിങ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ബിലീഫ്സ്, റെലവൻ്റ് ആയിട്ടുള്ള ബിലീഫ്സിനെ നമ്മൾ അൺകവർ ചെയ്യാൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിനെ എങ്ങനെ ആ ബിലീഫ്സിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എങ്ങനെ അതിനെ അൺകവർ ചെയ്യാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ABC ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ABC ഫോർമാറ്റ് വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം, ആ വീഡിയോ റെഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ തെറാപ്പിസ്റ്റ് ക്ലയൻറ്റിൻ്റെ റീസെൻറ്റ് എക്സ്പീരിയൻസ്, അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഒരു എപ്പിസോഡ് എടുക്കാം, ഒരു എക്സ്പീരിയൻസ് എടുക്കാം. എന്നിട്ട് അതിൽ ആദ്യം C നോട്ട് ചെയ്യുന്നു, എന്താണ് കോൺസിക്വൻസ് ആയിട്ടുള്ള ബിഹേവിയർ എന്നുള്ളത്. കോൺസിക്വൻസ് നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് A നോട്ട് ചെയ്യുന്നു, എന്താണ് ഈ ഇങ്ങനത്തെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള ആ ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്താണെന്നുള്ളത് A നോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ക്ലയൻറ്റിനോട് ചോദിക്കുകയാണ്, Bനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെ ആക്ടിവേറ്റിംഗ് ഇവൻ്റ് നടന്നപ്പോൾ എന്താണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത് ക്ലയൻറ്റിനോട് തന്നെ അവരുടെ ചിന്തകൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ്. അതായത് വാട്ട് ഐ വാസ് ടെല്ലിങ് മൈസെൽഫ് എബൌട്ട് എനെ പറ്റി, ആ ആക്ടിവേറ്റിംഗ് ഇവൻറ്റിനെ പറ്റി എന്തായിരുന്നു ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കോൺസിക്വൻസ് പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെന്തായിരുന്നു അപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് ക്വസ്റ്റ്യനിങ്ങിലൂടെ ബീനെ നമ്മളവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ABC ഫോർമാറ്റ് വഴി ക്ലയൻസിന് അവരുടെ ഇറാഷണൽ തിങ്കിങ്ങിൻ്റെ നേച്ചർ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇവരുടെ ബിലീഫ്സിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡിങ്, ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ, റെക്കോർഡ് കീപ്പിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് തെറാപ്പിസ്റ്റ്, അതൊക്കെ ചെയ്യാം. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് തന്നെ അവരുടെ ABC ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെഷൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോംവർക്കായിട്ട് അവർക്ക് കൊടുക്കാം. അവർക്ക് കിട്ടുന്ന അവരിൽ വരുന്ന എക്സ്പീരിയൻസൊക്കെ അവർ ABC ഫോർമാറ്റിൽ ചെയ്തിട്ട് അവിടെ ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ബിലീഫ്സ്, ഇറാഷണൽ തോട്ട്സിനെ അവർ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരികയും അവരുടെ തോട്ട്സിൻ്റെ നേച്ചർ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത് സ്റ്റെപ്പ്. ഷോ ഹൗ ദ റെലവൻറ്റ് ബിലീഫ്സ് മേ ബി അൺകവേർഡ്. എങ്ങനെ ആ റെലവൻറ്റ് ബിലീഫ്സിനെ എങ്ങനെ അൺകവർ ചെയ്യാം എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക ABC ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിനെ ടീച്ച് ചെയ്യണം. എന്താണ് അവർ ടീച്ച് ചെയ്യുന്നത്? അവരുടെ ഇറാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫ്സിനെ ഡിസഗ്രി ചെയ്യുക, ഹൗ ടു ഡിസ്പ്യൂട്ട്, എങ്ങനെ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഈ റാഷണൽ ബിലീഫ്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. ഒരു റാഷണൽ ബിലീഫ്സ്, ഒരു റാഷണൽ തോട്ട് വെച്ചിട്ട് ഈ ഇറാഷണൽ ബിലീഫ്സിനെയും ഇറാഷണൽ തോട്ടിനെയും എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. ഒരു റാഷണൽ ആൾട്ടർനേറ്റീവ് വെച്ചിട്ട് എങ്ങനെ ഈ ഇറാഷണൽ ബിലീഫ്സിനെയും തോട്ടിനെയും റീപ്ലേസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റാഷണൽ സെൽഫ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ CBT എപ്പോഴും എന്താ ചെയ്യുന്നത്, CBT മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ക്ലയൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ചിന്തകളെ തന്നെ മനസ്സിലാക്കാൻ ഉള്ളത്, അതായത് അവരുടെ തന്നെ തെറാപ്പിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്ലയൻറ്റിൻ്റെ തന്നെ തെറാപ്പിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് CBT ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഈ RSA എന്ന് പറയുന്നത്, റാഷണൽ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഈ റാഷണൽ സെൽഫ് അനാലിസിസിൽ അവരുടെ ഇമോഷണൽ റെസ്പോൺസിനെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ, ഒരു സ്ട്രക്ചേർഡ് ഫാഷനിൽ അവരവരുടെ ഇമോഷൻസ്, അവരുടെ എക്സ്പീരിയൻസിനെ അവർ എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു റെക്കോർഡ് കീപ്പിംഗ് ആണ് ഈ RSA ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ABC ഫോർമാറ്റ് ഡിസ്കസ് ചെയ്ത ആ ABC ഫോർമാറ്റിൻ്റെ കുറച്ചും കൂടി ഒരു ഇലോങ്ങേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പാൻഡഡ് വേർഷനാണ് നമ്മൾ ഈ റാഷണൽ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ A എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ഇവൻ്റാണ്. അതേപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ ബിലീഫ്സ് ആണ്. C എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ് ആണ്. D എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടേഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് E എന്ന് പറഞ്ഞാൽ ന്യൂ എഫക്റ്റാണ്. F എന്ന് പറഞ്ഞാൽ ഫർദർ ആക്ഷനാണ്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറയാം. ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവൻ്റ് ഓർ സിറ്റുവേഷൻ ദാറ്റ് ട്രിഗേഴ്സ് ആൻ ഇമോഷണൽ റെസ്പോൺസ്. ആ ഇവൻ്റാണ്, എന്താണ് കാര്യങ്ങൾ, എന്താണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്, എന്ത് ഫാക്ടറാണ് ട്രിഗർ ചെയ്യിപ്പിച്ച ആ ഇവൻ്റ് എന്താണെന്നുള്ളത്, അതാണ് ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസിക്വൻസ് എന്താണെന്നുള്ളത്, അതായത് എന്താണ് കോൺസിക്വൻസ് ആയിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് എന്താവുന്നത്, അതായത് ഇമോഷണൽ ബിഹേവിയറൽ കോൺസിക്വൻസ് വന്നത് എന്താണെന്ന്. പിന്നെ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിലീഫ്സ് അല്ലെങ്കിൽ തോട്ട്സ് എബൌട്ട് ദ ആക്ടിവേറ്റിംഗ് ഇവൻ്റ്, അതാണ് B എന്ന് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞത് D, ഡിസ്പ്യൂട്ടേഷൻ. അതായത് നമ്മളിപ്പോൾ ബിലീഫ്സ് ഉണ്ടായിക്കഴിഞ്ഞു, ഈ ഇറാഷണൽ തോട്ടിനെയും അല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫ്സിനെയും ഇറാഷണൽ തിങ്കിങ്ങിനെയും ചാലഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഡിസ്പ്യൂട്ടേഷനിൽ ഉള്ളത്. പിന്നെ E എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ എഫക്റ്റാണ്. അതായത് നമ്മുടെ ഇറാഷണൽ ബിലീഫ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്, ഒരു മോർ റാഷണൽ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് വെച്ചിട്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്യാണ്. പിന്നെ F എന്ന് പറഞ്ഞാൽ ഫർദർ ആക്ഷൻ. അതായത് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ റിപ്പീറ്റിംഗ് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഫർദർ ആക്ഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ തന്നെ പറഞ്ഞ എക്സാമ്പിളാണ്. അതായത് ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് പാസ് ചെയ്തു പോയി, നമ്മൾ അക്നോളേജ് ചെയ്യാതെ, ഈ ക്ലയൻറ്റിനെ അക്നോളേജ് ചെയ്യാണ്ട് പാസ് ചെയ്തു പോയി, മൈൻഡ് ചെയ്യാണ്ട് പാസ് ചെയ്തു പോയി. അപ്പോൾ ഇതാണ് ആക്ടിവേറ്റിംഗ് ഇവൻ്റ്. അത് കാരണം കോൺസിക്വൻസ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇയാൾ ഡിപ്രസ്ഡ് ആവുകയാണ്, ഇയാൾ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിപ്രസ്ഡ് വർത്ത്ലെസ് ഫീലിങ്ങിൽ അയാൾ വരികയാണ്. അപ്പോൾ ഇവിടെ അയാൾക്കുണ്ടായ ഈ സിറ്റുവേഷനിൽ ആക്ടിവേറ്റിംഗ് ഇവൻറ്റിനെ പറ്റി ഉണ്ടായിട്ടുള്ള ബിലീഫ്സാണ് ഇനി നമ്മൾ പറയണത്. അപ്പോൾ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാകുന്നത്, ഇയാൾ എന്നെ ഇഗ്നോർ ചെയ്യാണ്, ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല, ഈ ഫ്രണ്ടിനെ എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു കാലത്തും ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടായിട്ട് എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല, എന്നെ ഒന്നിനും കൊള്ളൂല, ഐ എം വർത്ത്ലെസ് എന്നുള്ളപ്പോൾ ഫീലിങ്. അപ്പോൾ ഇതൊക്കെ ഇയാളുടെ കോർ ബിലീഫ് എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിയുടെ കോർ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സിഗ്നിഫിക്കൻ്റ്, ഇയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ആളുകളൊക്കെ അയാൾ ഇഷ്ടപ്പെടണം, അയാൾ അപ്രൂവ് ചെയ്യണം, എന്നാലും മാത്രമേ ഇയാൾ ഹാപ്പി ആവുള്ളൂ. ഇതാണ് ഇയാളുടെ കോർ ബിലീഫ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇയാളുടെ ഇറാഷണലായിട്ടുള്ള, ഇതാണ് ഇയാളുടെ ബിലീഫ്സ്. അപ്പോൾ ഇയാളുടെ ഈ ബിലീഫ്സ്, ഇയാളുടെ ഓൾഡ് ബിലീഫ്സിനൊക്കെ, ഇയാളുടെ ഈ ഇറാഷണലായിട്ടുള്ള തോട്ട്സിനെ, ബിലീഫ്സിനെയൊക്കെ ഡിസ്പ്യൂട്ടേഷൻ, ഡീൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തരത്തിലുള്ള തോട്ട്സിനെയും ബിലീഫ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യാണ്, അതിനെ ക്വസ്റ്റ്യനിങ് ആണ്, അതിനെ ചാലഞ്ച് ചെയ്യാണ് ചെയ്യണത്. അതായത് ഇയാൾ ചോദിക്കുകയാണ്, ഇയാളിപ്പോൾ ഇനി നമ്മളിങ്ങനെ നമ്മളോട് തന്നെ ഇത്തരം ബിലീഫ്സിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതായത് ഈ ആൾ എന്നെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തതല്ലെങ്കിലോ,
ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ബിസി ആയിരിക്കാം, എന്നെ ആൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് വല്ല ഹറി ആയിരിക്കാം, അപ്സെറ്റ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ലെവൽ ഉള്ള തോട്ടാണെങ്കിൽ, നമ്മളൊരു ഡിസ്പ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. ഇനിയിപ്പം ശരിക്കും അയാൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ തന്നെ എനിക്ക് ഒരിക്കലും ഇനി ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാനൊരിക്കലും ഒരു എന്നെ ഒരിക്കലും ഫ്രണ്ട്സായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇത് പ്രൂവ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ അത് എന്നെ മൊത്തത്തിൽ എനിക്ക് ഇങ്ങനെ ഞാൻ വർത്ത്ലെസ് ആണെന്ന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുക. അതുവഴി അങ്ങനെ അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെയും നമ്മൾ ഫർദർ ക്വസ്റ്റ്യനിങ്ങിൽ നമ്മൾ ആ കോർ ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ലവ് ആൻഡ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിസൈറബിൾ ആണ്. അത് നമുക്ക് എല്ലാവരും അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാം. ബാക്കിയുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രിഫർ ചെയ്യാം. പക്ഷെ നമുക്കത് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ മുൻപുണ്ടായിരുന്ന ആ ബിലീഫ്സിനെ, കോർ ബിലീഫ്സിനെ വരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ ചാലഞ്ച് ചെയ്യാണ്, നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അങ്ങനെ അടുത്തത് ഈയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ എഫക്റ്റാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആവാം, ഡിപ്രസ്ഡ് ക്യാൻ ബി ഡിസപ്പോയിൻറ്റഡ് ബട്ട് നോട്ട് ഡിപ്രസ്ഡ് എന്നുള്ളത്. അപ്പം ഇതാണ് അവിടുത്തെ ന്യൂ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു എക്സാമ്പിളല്ല, നമ്മൾ വേറെ ഇപ്പോൾ ഒരു നമ്മുടെ ബോസ് നമ്മളോട് ഷൗട്ട് ചെയ്തു, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തപ്പം ബോസ് ഷൗട്ട് ചെയ്തു. അപ്പം അങ്ങനെ ബോസ് ഷൗട്ട് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്നെ ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളൂല. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ന്യൂ എഫക്റ്റിലേക്ക് എത്തുകയാണ്. അതായത് ഡിസ്പ്യൂട്ടേഷൻ വഴി അവിടെ ന്യൂ എഫക്റ്റ് വരികയാണ്. അതായത് ഒരു ചെറിയ മിസ്റ്റേക്കാണ് നടന്നത്, അതുവഴി ഞാനൊരു യൂസ്ലെസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതെനിക്കൊരു പുതിയ ലേണിംഗ് ആണ്. അപ്പോൾ അതാണ് ന്യൂ എഫക്റ്റ്. അതായത് ഈ ഡിസ്പ്യൂട്ടേഷൻ വഴി ഉണ്ടായിട്ടുള്ള ന്യൂ എഫക്റ്റ്. അതായത് വി ആർ റീപ്ലേസിങ് ദ ഇറാഷണൽ ബിലീഫ് വിത്ത് മോറൽ റാഷണൽ എന്ന് പറയുന്നത്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫർദർ ആക്ഷൻ. വാട്ട് ഐ വിൽ ഡൂ ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് ദ സെയിം ഇറാഷണൽ തോട്ട്. ഈ സെയിം ഇറാഷണൽ തോട്ട് ഇനി നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് റീറീഡ് മെറ്റീരിയൽ ഓൺ കാറ്റസ്ട്രോഫൈസിങ് ആൻഡ് സെൽഫ് റേറ്റിംഗ്. അപ്പോൾ അതായത് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേഴ്സ് ചിന്തിക്കുക, ഒരു സംഭവത്തിൻ്റെ ഏറ്റവും വേഴ്സ് ചിന്തിക്കുക, എന്നെ ഒന്നിനും കൊള്ളൂല, അങ്ങനെ വേഴ്സായിട്ട് ചിന്തിക്കുന്നതാണ് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നടന്നതിൻ്റെ ബേസിസിൽ നമ്മളെ തന്നെ മൊത്തത്തിൽ റേറ്റ് ചെയ്യുക, എന്നെ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മളെ തന്നെ റേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുക, നമ്മുടെ ഇത്തരത്തിലുള്ള തോട്ട്സിനെയൊക്കെ ഇതിനൊക്കെ റീഡ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, ഇതിനെ പറ്റിയുള്ള ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം, നമുക്ക് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് തന്നെ ചെക്ക് ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ള കാര്യം അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മളിങ്ങനെ ഒരു ഇറാഷണൽ തോട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. നമ്മളത് പ്രിഫർ ചെയ്യല്ല, മോർ ദാൻ വി ആർ ഡിമാൻഡിങ്. നമ്മൾ അവരെന്നെ ഇഷ്ടപ്പെടണം, അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യണം, അവരെന്നെ അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ ഹാപ്പി ആവുള്ളൂ എന്നുള്ളൊരു ആ ഒരു കോർ ഇതിന്ന് വന്നതാണ്. അപ്പം ആ ഒരു ഇറാഷണൽ ഡിമാൻഡിനെ നമ്മൾ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫർദർ ആക്ഷൻസിലൂടെ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സ്ട്രക്ചേർഡ് ഫോമാറ്റിൽ നമുക്ക് ഇമോഷണൽ എപ്പിസോഡ്സിനെ, ക്ലയൻസിൻ്റെ ഇമോഷണൽ എപ്പിസോഡ്സിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റാഷണൽ സെൽഫ് അനാലിസിസ് ചെയ്യാമെന്നുള്ളതാണ്.
അപ്പോൾ ഇതിൽ ഈ റാഷണൽ സെൽഫ് അനാലിസിസിലൂടെ നമ്മൾ ക്ലയൻറ്റിനെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ അവർക്ക് അവരുടെ ഇറാഷണൽ ബിലീഫ്സിനെ തോട്ട്സിനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ അതിനൊരു റാഷണൽ തോട്ട്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം, അതിൽ തന്നെ എങ്ങനെ ഫർദർ ആക്ഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ക്ലയൻറ്റുമായിട്ട്. ഇനി ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ദ ക്ലയൻറ്റ് ടു ഗെറ്റ് ഇൻ ടു ആക്ഷൻ. അതായത് അവരെ ആക്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ബിലീഫ്സിനെതിരെ നമ്മൾ അവരുടെ ആക്ഷൻസ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യിക്കുക, നമ്മളതിനെ ഹെൽപ്പ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് ബാക്കിയുള്ളവരെ, ഇപ്പോൾ ഇതിന് ഈ എക്സാമ്പിൾ തന്നെ ബാക്കിയുള്ള ആളുകളിൽ നിന്നുള്ള ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാവും. അപ്പോൾ ഈ CBT വഴി നമ്മൾ അവരുടെ തോട്ട്സും പിന്നെ അവരുടെ ആക്ഷൻസും നമ്മളിതിൽ രണ്ടിലുമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ റീതിങ്കിങ്, നമ്മൾ ഡിസ്പ്യൂട്ടേഷൻ വഴി റീതിങ്കിങ്ങും അതേപോലെ തന്നെ ആക്ഷൻസ്, ഇതിലുണ്ടാക്കുന്ന ആക്ഷൻസുമാണ് CBTനെ ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു പവർഫുൾ ടൂളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ആക്ഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൂടുതലായിട്ട് നമ്മൾ ആ ക്ലയൻസിൻ്റെ ഒരു ഹോംവർക്ക്, ഇപ്പോൾ സെഷൻസിൻ്റെ ഒരു സെഷൻസ് കഴിഞ്ഞിട്ട് അവർക്കത് ഹോംവർക്കായിട്ട് നമ്മൾ ആക്ഷൻ പാർട്സ് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ദ പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. അപ്പോൾ ഇനി നമ്മൾ CBT ഇൻ്റർവെൻഷൻ്റെ മെയിൻ കോമ്പണൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എൻഗേജ് ക്ലയൻ്റാണ്. എൻഗേജ് ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ക്ലയൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, നമ്മളൊരു റാപ്പോ ഫോമേഷൻ നടത്തുക. അപ്പോൾ ഇതിൽ കോർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് എംപത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാം, റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അവർക്കൊരു ഫീൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ക്ലയൻ്റായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും സെക്കൻഡറി ഡിസ്റ്റർബൻസസ് ഉണ്ടോ എന്നുള്ളത്. അതായത് അവർക്ക് അവർക്കൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കത് ഈ ഇൻ്റർവ്യൂവിന് വരുന്നത് അല്ലെങ്കിൽ ഈ CBTക്ക് ഈ തെറാപ്പിക്ക് അവർ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആൻസൈറ്റി ഡിസ്ട്രെസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ സെക്കൻഡറി ഡിസ്റ്റർബൻസസിനെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലയൻറ്റിനെ പറഞ്ഞ് നമ്മൾ ക്ലിയർ ആക്കണം. അതായത് ഇതിലൂടെ നമുക്ക് ചേഞ്ചസ് കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, ചേഞ്ച് ഇതിൽ പോസിബിളാണ്. അതേപോലെ തന്നെ നമുക്ക് CBT കൊണ്ട് അവർക്ക് അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് CBT ഹെൽപ്പ് ചെയ്യും, അസിസ്റ്റ് ചെയ്യും എന്നുള്ളത് CBT ഈസ് ഏബിൾ ടു അസിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്കവർക്ക് ക്ലിയറായിട്ട് ക്ലയൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എൻഗേജ് ക്ലയൻറ്റ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസസ് ദ പ്രോബ്ലം, പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലർക്കും പല രീതിയിലാണ് അസസ്മെൻ്റ് ഉണ്ടാവുക. അത് പേഴ്സൺ ടു പേഴ്സൺ അതിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കോമൺ ആയിട്ട് നമ്മൾ CBT ഇൻ്റർവെൻഷനിലെ അസസ്മെൻറ്റ് ആയിട്ടുള്ള CBT ഇൻ്റർവെൻഷനിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ്സ് പേഴ്സ്പെക്റ്റീവ്, അതായത് അവരെ ക്ലയൻറ്റിനെ ചിന്തകൾ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ ഉള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ റോങ് തോട്ട്സിനെ പറ്റിയിട്ടുള്ള ക്ലയൻറ്റിൻ്റെ അറിവ്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ക്ലയൻറ്റ് തിങ്ക് ഈസ് റോങ് എന്നുള്ളതാണ്. വാട്ട് ഈസ് റോങ് ഫോർ ദം എന്നുള്ളതിനെ പറ്റി അവരുടെ വ്യൂസ്, ക്ലയൻറ്റിൻ്റെ വ്യൂ ആണ് നമ്മൾ ഫസ്റ്റത്തെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് എനി റിലേറ്റഡ് ക്ലിനിക്കൽ ഡിസോർഡറാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണ്, വേറെ എന്തെങ്കിലും ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത്.
പിന്നെ മൂന്നാമത്തത് ഒബ്റ്റെയിൻ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. പിന്നെ പ്രോബ്ലം സിവിയറിറ്റി അസസ് ചെയ്യുക അടുത്തത്, അതായത് എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളത്, അതിൻ്റെ സീരിയസ്നെസ്, ഇഷ്യൂവിൻ്റെ സീരിയസ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് പേഴ്സണാലിറ്റി ഫാക്ടർ, അതായത് നമ്മൾ അവരുടെ ഈ പ്രോബ്ലത്തിൽ ചിലപ്പം അവരുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവാം, അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഈ പ്രോബ്ലം ഉണ്ടാവാൻ നല്ല ഇമ്പാക്റ്റ്, അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ ഈ പ്രോബ്ലത്തിന് നല്ല ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി ഫാക്ടറിന് റെലവൻ്റ് ആയിട്ടുള്ള അങ്ങനെ വല്ല പേഴ്സണാലിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സെക്കൻഡറി ഡിസ്റ്റർബൻസിനെ ചെക്ക് ചെയ്യുക, അതായത് ക്ലയൻ്റ് എങ്ങനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്റ്റർബൻസ് ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു, എങ്ങനെയാണ് ക്ലയൻ്റ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ക്ലയൻറ്റിനുള്ളത് എങ്ങനെയാണ് ക്ലയൻറ്റ് കാണുന്നത്, അതിൻ്റെ എന്തെങ്കിലും സെക്കൻഡറി ഡിസ്റ്റർബൻസസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തെങ്കിലും നോൺ സൈക്കോളജിക്കൽ കോസേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം, അതായത് വേറെ എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, വേറെ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടോ, പിന്നെ ലൈഫ് സ്റ്റൈൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, മെഡിക്കേഷൻസ്, വേറെ എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ അസസ് ദ പ്രോബ്ലം ആൻഡ് പേഴ്സൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്നതോടുകൂടി നമുക്കൊരു ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് വ്യൂ കിട്ടും. അത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഗൈഡ് ചെയ്യുന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ തെറാപ്പി, അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഗോള്, അപ്പം അടുത്തത് പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ തെറാപ്പി, അതായത് നമ്മൾ പ്രോബ്ലം അസസ് ചെയ്തു, റാപ്പ് ഫോം ചെയ്തു, പ്രോബ്ലംസ് പേഴ്സൺ സിറ്റുവേഷനൊക്കെ അസസ് ചെയ്തു, ഇനി നമ്മൾ അവരെ തെറാപ്പിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യത്തേത് ക്ലാരിഫൈ ട്രീറ്റ്മെൻറ്റ് ഗോൾസ് ക്ലയൻറ്റിനും അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിനും ക്ലിയർ ആയിരിക്കണം. രണ്ട് ആളുകൾക്കും ഇതിൻ്റെ അച്ചീവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഗോൾസിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. പിന്നെ അസസ് ദ ക്ലയൻറ്റ്സ് മോട്ടിവേഷൻ ടു ചേഞ്ച്, എത്രത്തോളം ക്ലയൻറ്റിന് ഒരു മാറ്റം വേണമെന്ന്, എത്രത്തോളം അവരുടെ മോട്ടിവേഷൻ ഉണ്ടെന്ന്. പിന്നെ എക്സ്പ്ലെയിൻ CBT ബേസിക്സ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് CBT എന്താണെന്നും നമ്മൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്സ് എന്നുള്ളതും, പിന്നെ നമ്മൾ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് കോസേഷൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റത്തെ വീഡിയോയിൽ, അതായത് യൂണിറ്റ് സെക്കൻഡിലെ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഡിസ്കസ് അപ്രോച്ചസ് ടു ബി യൂസ്ഡ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന അപ്രോച്ചുകൾ, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, അതിനെപ്പറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, എന്തൊക്കെ ക്ലയൻറ്റ്സ് ഈ തെറാപ്പി സെഷൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് അപ്രോച്ചസൊക്കെ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത്, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത കോൺട്രാക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതായത് ഒരു രണ്ട് പേരും തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലൊരു മ്യൂച്വൽ അഗ്രിമെൻ്റാണ്, അതായത് എന്തൊക്കെ ക്ലയൻറ്റ് എന്തൊക്കെ ചെയ്യും ഈ തെറാപ്പിയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊരു കോൺട്രാക്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ റാപ്പ് ഫോം ചെയ്തു, പ്രോബ്ലം പേഴ്സൺ സിറ്റുവേഷൻ അസസ് ചെയ്തു, ക്ലയൻറ്റിനെ മൊത്തം തെറാപ്പിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഈ പ്രോബ്ലം സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യാണ്. അത് നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ ഈ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിസോഡ്സിനൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ABC ഫോർമാറ്റ്, അല്ലെങ്കിൽ നമ്മൾ റാഷണൽ സെൽഫ് അനാലിസിസ് പോലെ നമ്മളതിനെ അനലൈസ് ചെയ്യുകയാണ്. എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെ ചെയ്യണം. അതാണ് അനലൈസിങ് പ്രോബ്ലം സിറ്റുവേഷൻ. പിന്നെ നമ്മൾ ഹോം വർക്കിംഗ്, അതായത് തോട്ട് റെക്കോർഡിങ്, റാഷണൽ അനലൈസിസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ക്ലയൻറ്റിനെ സെഷൻ കഴിഞ്ഞ് ഔട്ട്സൈഡ് ദ സെഷൻ ഹോംവർക്കായിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ്, അത്തരം ഹോംവർക്ക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ബിഹേവിയർ അസസ്മെൻറ്റ്സ്
നമ്മൾ കൊടുക്കുകയാണ്. അതായത് അവരുടെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട്, ഫിയറൊക്കെ റിഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബിഹേവിയറൽ അസൈൻമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ സപ്ലിമെൻ്ററി സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ്, അതായത് നമ്മൾ ആവശ്യമായിട്ടുള്ള, അതായത് റിലാക്സേഷൻ ട്രെയിനിങ് വേണമെങ്കിൽ അത്, ഇൻ്റർപേഴ്സണൽ സ്കിൽ ട്രെയിനിങ്, അങ്ങനത്തെ സപ്ലിമെൻ്ററി ടെക്നിക്സും കൂടി നമ്മളിവിടെ ക്ലയൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ക്ലയൻറ്റിന് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനും ഈ ഇഷ്യൂ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ പ്രോഗ്രസ്. അതായത് അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിന് കാരണം നമ്മൾ ഈ ക്ലയൻറ്റിൻ്റെ തോട്ട്സിൽ ഉണ്ടാക്കിയ ചേഞ്ച് തന്നെയാണോ എന്ന് നമ്മൾ നോക്കുക. അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസ്, വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണോ ഈ ചേഞ്ച് ഉള്ളത് എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അടുത്തത് പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ ടെർമിനേഷനാണ്. അതാണ് ലാസ്റ്റ് കോമ്പണൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു CBT ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ തെറാപ്പി സെഷൻസൊക്കെ കഴിയുന്ന സമയത്ത് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്കത് സെറ്റ് ബാക്ക്സ് ഉണ്ടാവാം. അതായത് ചിലപ്പോൾ അത് റിലാപ്സ് ആവാം. അതായത് നമ്മൾ മാറ്റിയെടുത്ത ബിഹേവിയർ അതേപോലെ തന്നെ തിരിച്ചു വരാം. ചിലപ്പോൾ എന്തെങ്കിലും അത് നമ്മൾ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യണതിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് വരാം. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് ബാക്ക്സ് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ക്ലയൻറ്റ് കുറച്ചു കാലമൊക്കെ അവർ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പഴയ പ്രോബ്ലംസ് അവരിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് തിരിച്ച് വരുന്നുണ്ട് എന്നൊക്കെ അവർ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും പിന്നെ ചിലപ്പോൾ അവർ ഇപ്പം ഫോളോ ചെയ്യുന്ന ചില സപ്ലിമെൻ്ററി സ്ട്രാറ്റജീസോ സെൽഫ് ഹെൽപ്പ് വർക്കൊന്നൊക്കെ അവർ ഗിവപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലയൻറ്റിനെ ടെർമിനേഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം, നമ്മളത് പ്രിപ്പയർ ചെയ്യണം ക്ലയൻറ്റിൻ്റെ ടെർമിനേഷൻ. അതായത് അവരെ ഈ സെറ്റ് ബാക്സിനെ പറ്റി അല്ലെങ്കിൽ റിലാപ്സിനെ പറ്റിയിട്ട് നമ്മൾ വാൺ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇതുണ്ടായി കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ക്ലയൻറ്റിനോട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് എന്നേക്കുമായിട്ട് മാറണം അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആയി എന്ന് തെറാപ്പിസ്റ്റിന് തോന്നുമോ, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഹെൽപ്പ് ചോദിക്കുക, അങ്ങനത്തെ ഒരു തോട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഇത്തരത്തിലുള്ള ഇറാഷണൽ ബിലീഫ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ടെർമിനേഷൻ സെഷനിൽ തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ ടെർമിനേഷൻ്റെ സമയത്ത് ഇതിനൊക്കെ ഉള്ളത് നമ്മൾ ക്ലയൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് കുറച്ച് നമ്മൾ മെയിൻ കോമ്പണൻസ് ഓഫ് CBT ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് CBT ആണ്. CBTനെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞു. CBT എംഫസൈസസ് ടീച്ചിങ് ക്ലയൻറ്റ് ടു ബി ദെയർ ഓൺ തെറാപ്പിസ്റ്റ്. അതായത് ക്ലയൻറ്റിന് അവരുടെ തന്നെ, അതായത് ഞാൻ തന്നെ എൻ്റെ തെറാപ്പിസ്റ്റ് ആവുക, ക്ലയൻറ്റിൻ്റെ തെറാപ്പിസ്റ്റാക്കി മാറ്റുക. അതാണ് CBTയിലൂടെ എംഫസൈസ് ചെയ്യുന്നത്. CBT പഠിപ്പിക്കുന്നത് ഒരു ക്ലയൻറ്റിനെ അവരുടെ തന്നെ തെറാപ്പിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് CBT ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ CBTൻ്റെ ഒരു ബേസിക് എയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിനെ അവരുടെ ഫ്രീഡം, അതായത് ക്ലയൻറ്റിന് ഒരു ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ, അവരുടെ ഇമോഷൻസ്, അവരുടെ ബിഹേവിയർ, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് നമ്മുടെ ഒരു തെറാപ്പി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ CBT എയിം ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സെൽഫ് ഒബ്സർവേഷൻ, ഒരു റീപ്ലേസിങ് ഒരു ഇറാഷണൽ തിങ്കിങ്, ബിലീഫ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസും ടൂൾസൊക്കെ CBT പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ CBT എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനെ അല്ല ഇവിടെ എയിം ചെയ്യുന്നത്. പകരം റിയലിസ്റ്റിക് തോട്ട്സും ബിഹേവിയറും, ഒരു സിറ്റുവേഷന് മാച്ചായിട്ടുള്ള റിയലിസ്റ്റിക് തോട്ടും ബിഹേവിയറുമാണ് CBT
എയിം ചെയ്യുന്നത്. ഇനി ഇവിടെ സി ബി ടിയിൽ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ലിമിറ്റ് ചെയ്യല്ല, അതിന് പകരം എക്സ്പാൻഡ് ചെയ്യാണ്. എന്ത്? എബിലിറ്റി ടു എക്സ്പീരിയൻസ് വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ്. ഈ വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റീനെ എക്സ്പാൻഡ് ചെയ്യാണ് ഡെവലപ്പിംഗ് ഇമോഷണൽ കൺട്രോൾ ഇതിലൂടെ സി ബി ടി സ്ട്രാറ്റജീസിലൂടെ നേടിയെടുക്കുന്നത്. പിന്നെ ഇതൊരു ഫ്ലെക്സിബിൾ അപ്രോച്ചാണ്. അതായത് സി ബി ടി എന്ന് പറയുന്നത് വൺ വേ പ്രാക്ടീസ് അല്ല, ഇത് സെലക്റ്റീവ്ലി എലക്റ്റിക്കാണ്. അതായത് സി ബി ടിക്ക് സ്വന്തമായിട്ട് ടെക്നിക്സ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ബോറോ ഫ്രം അതർ അപ്രോച്ചസ്, വേറെ അപ്രോച്ചസ് നിന്ന് ബോറോ ചെയ്യും. പക്ഷേ അതിൻ്റെ കോർ പ്രിൻസിപ്പൾസിൽ അത് എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് എഡ്യൂക്കേറ്റീവാണ്, കൊലാബറേറ്റീവാണ്. അപ്പം ക്ലയൻറ്റ് ലേൺ ഹൗ ടു അപ്ലൈ സി ബി ടി ദംസെൽഫ്. അതാണ് നമ്മൾ പറഞ്ഞത്, അവരുടെ തന്നെ തെറാപ്പിസ്റ്റ് ആക്കാനുള്ള ഒരു ടീച്ചിങ് ആണ് സി ബി ടിയിലൂടെ എന്നുള്ളത്. ദേ ലേൺ ഹൗ ടു അപ്ലൈ സി ബി ടി ദംസെൽഫ്. തെറാപ്പിസ്റ്റ് അവിടെ ഗൈഡ് ചെയ്യാണ് ചെയ്യുക. എന്താണ് ഹോംവർക്ക് ഡിസൈൻ ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് വഴിയൊക്കെ തെറാപ്പിസ്റ്റ് അവരെ ഗൈഡ് ചെയ്യുകയാണ് ത്രൂ ഔട്ട് ചെയ്യുന്നത്. അതാണ് സി ബി ടി. നമ്മൾ എഡ്യൂക്കേറ്റീവാണ്, കൊലാബറേറ്റീവാണ്. ഇത് വളരെ ക്ലിയറാണ്. അതായത് ഒരു ഹിഡൻ അജണ്ടാസ് ഇല്ല. ഓൾ പ്രൊസീജിയേഴ്സ് ആർ ക്ലിയർലി എക്സ്പ്ലെയിൻ ടു ദ ക്ലയൻറ്റ്. തെറാപ്പിസ്റ്റും ക്ലയൻറ്റും ഈക്വലി ക്ലിയറാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും ഇതിൻ്റെ സ്റ്റെപ്സിലൊക്കെ. പിന്നെ അടുത്തത് തെറാപ്പിസ്റ്റിൻ്റെയും ക്ലയൻറ്റിൻ്റെയും റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യണം. അതായത് ഒരു അതായത് തെറാപ്പിസ്റ്റ് ഒരു എംപതി കാണിക്കണം, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഉണ്ടാവണം, എൻകറേജ്മെൻറ്റ് ഉണ്ടാവണം ടുവേർഡ്സ് ദ ക്ലയൻറ്റ്. അപ്പോൾ അങ്ങനെയായാൽ മാത്രമേ നമുക്കൊരു സി ബി ടി അവിടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ തെറാപ്പിസ്റ്റ് ഓൾസോ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലയൻറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻസി അവിടെ വളർത്തരുത്. അവോയ്ഡ്, അതായത് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഡിപ്പെൻഡൻസി ക്ലയൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ മാക്സിമം കെയർഫുൾ ആയിരിക്കണം. അത്തരം ഡിപ്പെൻഡൻസിയും അതേപോലെ തന്നെ നീഡ് ഫോർ അപ്രൂവലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റ് നല്ല കെയർഫുൾ ആയിരിക്കണം. പിന്നെ സി ബി ടി എന്ന് പറഞ്ഞാൽ ബ്രീഫും ടൈം ലിമിറ്റഡുമാണ്. ഒരു മിനിമം ഒരു 5 to 30 സെഷൻസാണ് നമ്മൾ ഒരു സെഷൻസ് ഓവർ ഫ്യൂ മന്ത്സ്, അങ്ങനെ ഒരു കുറച്ച് മാസങ്ങളായിട്ട് 5 to 30 സെഷൻസാണ് ഉണ്ടാവുക. ഇത് പൊതുവെ പേസ്, ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബ്രിസ്ക്കാണ്. അതായത് ഒരു ക്വിക്ക്, ഒരു ആക്റ്റീവായിട്ടുള്ളൊരു സെഷൻസാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു മിനിമം ടൈം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനിലൊക്കെ അതൊക്കെ ആ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാനാണ് മിനിമം ടൈം എടുക്കുക. കൂടുതൽ നമ്മൾ പ്രോബ്ലം സോൾവിങ് ഇൻ ദ പ്രസൻറ്റ് അതിനെയാണ് കൂടുതൽ നമ്മൾ അതിൽ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും സി ബി ടി ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ നോൺ മൊറാലിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് സയൻറ്റിഫിക് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ബിഹേവിയറിനെ സി ബി ടിയിൽ ഒരിക്കലും നല്ല ബിഹേവിയർ, മോശം ബിഹേവിയർ അങ്ങനെയല്ല കാണുക, ഒരു ഗുഡ് അല്ലെങ്കിൽ എവിൽ ബിഹേവിയർ അല്ല, പകരം ഫങ്ഷണൽ ഡിസ്ഫങ്ഷണൽ ബിഹേവിയറിന് ഫങ്ഷണൽ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടാണ് സി ബി ടിയിൽ കാണുന്നത്. പിന്നെ സി ബി ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആണ്, റിസർച്ച് ഓറിയൻറ്റഡ് ലോജിക്കൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസാണ് ഉള്ളത്. പിന്നെ ഇവിടെ സി ബി ടി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോർ ബിലീഫ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ലോങ് ടേം ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സി ബി ടി ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ഇപ്പോഴുള്ള ഇമ്മീഡിയറ്റ് സിംറ്റംസിനെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സിംറ്റംസിൽ ഒരു താൽക്കാലിക ഒരു മാറ്റം വരുത്താൻ, ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ചിന് അല്ല, ഇതൊരു ലാസ്റ്റിംഗ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു കുറച്ച് സെൽഫ് ഹെൽപ്പ് ടെക്നിക്സ്, സപ്ലിമെൻ്ററി ടെക്നിക്സൊക്കെ നമ്മൾ കൊടുക്കും. ഇതിൽ റിലാക്സേഷൻ ടെക്നിക്സൊക്കെ ക്ലയൻസിന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ലോങ് ടേം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സി ബി ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് സി ബി ടിയുടെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിലെ കണ്ടൻസൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലെ സ്റ്റെപ്സ് പറഞ്ഞു. അതിൽ തന്നെ റാഷണൽ സെൽഫ് അനാലിസിസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലെ മെയിൻ കോമ്പണൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ തുടക്കം റാപ്പോ ഫോർമേഷൻ മുതൽ ടെർമിനേഷൻ വരെയുള്ള ആ കുറച്ച് കോമ്പണൻസ്, ഇൻക്ലൂഡിങ് ദ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം വരെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് CBTയുടെ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. താങ്ക് യു.